സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതിനെതിരെ ആചാര സംരക്ഷണം, അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? അവരെ വിശ്വസിക്കാമോ ഈ കോൺഗ്രസിന് UDF-ന്? ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല. കാരണം ആചാരം സംരക്ഷിക്കേണ്ട ആ സമയത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട സമയത്ത് ഈ കോൺഗ്രസോ UDF-ഓ മുമ്പോട്ട് വന്നിരുന്നില്ല. ഇതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയ അജണ്ട മാത്രമാണ് UDF-നുള്ളത്. ഇപ്പം 4 സ്ഥലത്തിൽ നിന്നിട്ട് ഒരേ സമയം പത്തനംതിട്ടയിലേക്ക് അവർ യാത്ര വന്നു. ഓരോ സ്ഥലത്തെയും നേതാക്കന്മാരുടെ പ്രസംഗം നോക്കാം. ഓരോ സ്ഥലത്തും പ്രസംഗം ഞങ്ങൾക്കിതിൽ രാഷ്ട്രീയമല്ല, രാഷ്ട്രീയ അജണ്ടയില്ല. എന്ത് അജണ്ടയാണ് പിന്നെയുള്ളത്? ഒന്ന് അധികാരത്തിൽ വരിക. അധികാരത്തിൽ വരിക, ഈ പേരും പറഞ്ഞിട്ട്. രണ്ടാമത്തത്, UDF-ൽ ആരൊക്കെയുള്ളത്? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി മുസ്ലിം ലീഗാണ്. തങ്ങളുടെ വീട്ടിൽ പോയി സംസാരിച്ചിട്ടേ UDF ഒരു തീരുമാനം എടുക്കുള്ളൂ. ധൈര്യമുണ്ടോ അല്ലാതെ തീരുമാനങ്ങൾ എടുക്കാൻ? ആ മുസ്ലിം ലീഗ് ആരാ? ആ മുസ്ലിം ലീഗ് മലപ്പുറത്ത് 1900 മലബാറിലെ 21 മാപ്പിള ലഹള തള്ളിപ്പറയാൻ ലീഗ് ഇന്ന് വരെ തയ്യാറായിട്ടുണ്ടോ? അതിനെ തള്ളിപ്പറയാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ്സുകാർ തയ്യാറായിട്ടുണ്ടോ? കോൺഗ്രസ് തയ്യാറായിട്ടുണ്ട്. 21 മാധവമേനോൻ തയ്യാറായിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അത് എഴുതിയ പുസ്തകമുണ്ട്, 1921 മലബാർ ലഹള എന്ന് പറയുന്ന പുസ്തകം. തയ്യാറായിട്ടില്ല. ഇന്ത്യ വിഭജനത്തിനെ തള്ളിപ്പറയാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറായിട്ടുണ്ട്. ഇന്ന് വരെ വിഭജനം തള്ളിപ്പറഞ്ഞിട്ടില്ല. ആരാണ് അതിൻ്റെ കാരണക്കാർ? ജിന്നയ്ക്ക് വേണ്ടി കോൺഗ്രസ്സല്ലേ കളമൊരുക്കിയത്. അപ്പം ആ നിലയ്ക്ക് ഈ ഭാരതത്തെ വിഭജിക്കാനും ഹിന്ദുക്കളെ കൊല ചെയ്യാനും തയ്യാറായിട്ടുള്ള ആ ലീഗുമായി കൂടിച്ചേർന്നിട്ട് മാത്രം മലബാറിൽ പോയി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർത്തതാരാ? ടിപ്പുവിൻ്റെ പടയോട്ടമെന്ന് പറയാം, ടിപ്പു ആണ് എന്നും പറയാൻ പോലും ഇസ്ലാമിക ഭീകരരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് തകർത്ത നിരവധി ക്ഷേത്രങ്ങളില്ലേ? ആ ക്ഷേത്രങ്ങളൊക്കെ തകർത്ത ലീഗ് കോൺഗ്രസിൻ്റെ കൂടെ നിന്നുകൊണ്ട് വിശ്വാസ സംരക്ഷണം, ശബരിമല സംരക്ഷിക്കാൻ വിശ്വാസ സംരക്ഷണം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ പറ്റില്ല. ആ കോൺഗ്രസ്സിന് അതിൽ നിന്ന് പുറത്തു വരാനും സാധ്യമല്ല. കോൺഗ്രസ് പുറത്തു വരാൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ അന്ന് ലീഗ് UDF വിടും. ലീഗ് വിട്ട് കഴിഞ്ഞാൽ UDF ഇല്ല. പിന്നെ അനുഭവതല്ലേ. പിന്നുള്ളത് മറ്റുള്ള ഇതേപോലത്തെ സംഘടനകളായിരിക്കും. അവർക്കൊന്നും ഒരു ശക്തി ഒരു സ്ഥലത്തുമില്ല. പിന്നെയുള്ളതൊന്ന് കേരള കോൺഗ്രസ് B. ഈ ബിയുടെ നേതാവ് ആരായിരുന്നു? ഇന്നത്തെ മന്ത്രിയുടെ, ഇപ്പം ഇതിലായിരിക്കുന്ന മന്ത്രിയുടെ അച്ഛനായിരുന്ന വ്യക്തി UDF-ൻ്റെ ലീഡറായിരുന്നല്ലോ. അദ്ദേഹം സ്വയം പറയാറുണ്ടല്ലോ, UDF ഉണ്ടാക്കിയത് ഞാനാണ് എൻ്റെ കാരണക്കാരെന്ന്. അദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ്? എനിക്ക് പറക്കാതെ പോയ മകനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഭീകരവാദിയായിട്ടുള്ള മദനി എന്ന് പരസ്യമായിട്ട് പറഞ്ഞ വ്യക്തിയാണ്. കാരണം ഈ നാട്ടിൽ മുഴുവൻ പൂന്തിരടക്കം കലാപങ്ങൾ സൃഷ്ടിക്കാൻ പ്രസംഗിച്ചത് അബ്ദുൽ നാസർ മദനിയായിരുന്നില്ലേ? അപ്പം ആ മദനിയെ സ്വന്തം മകനെ പോലെ കണ്ടിരുന്ന ബാലകൃഷ്ണപിള്ളയുടെ മകനായിരിക്കുന്ന ഗണേശൻ ഇപ്പുറത്ത് നിൽക്കുകയാണ് ഇപ്പം. അത് വേറെ കാര്യം. അപ്പോൾ ആ പാർട്ടി, ആ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ UDF എവിടെ നിൽക്കും? ആർക്ക് വേണ്ടി നിൽക്കും? വിശ്വാസികളോടൊക്കെ നിൽക്കാൻ ധൈര്യമുണ്ട് അവർക്ക്. അപ്പോൾ അവർക്ക് ആഗ്രഹം വിശ്വാസികളെ വഞ്ചിച്ചുകൊണ്ട് അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വിശ്വാസികളെ ഒറ്റുകൊടുക്കുകയും വഞ്ചിക്കുകയും എന്ത് പണിയും ചെയ്യും. ശബരിമലയിൽ നേരത്തെ പ്രശ്നമുണ്ടായ സമയത്ത് എല്ലാവരും അവിടെ സമരത്തിലായിരുന്നു. കോൺഗ്രസ് എത്ര ദിവസം സമരത്തിന് പോയി? ആ വേഷം എന്തായിരുന്നു? ഒരു വേർപ്പ് പോലും ഒഴുക്കാത്ത വിധത്തിൽ അവിടെ പോയി അവിടെ സമരത്തിൻ്റെ ആഭാസം കാണിച്ച് തിരിച്ചു വന്നവരാണ് UDF അല്ലേ? അല്ലാന്ന് ആർക്കും നിഷേധിക്കാൻ പറ്റുമോ? അപ്പം ഇതിനെയാണ് അവരുടെ രീതി. ഒരു വഞ്ചനയാണ് അതിൻ്റെ പിന്നിൽ. ഇതെങ്ങനെ അവർ രാഷ്ട്രീയമായി മുതലെടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്, അല്ലാതെ ഈ
ഇതിനെതിരെ ഒരു പ്രസ്താവന പോലും നാം കാണുന്നില്ലല്ലോ. അതെന്തുകൊണ്ടായിരിക്കും? മുസ്ലിം കാരണം ലീഗിനെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കും. മുസ്ലിം ലീഗിനെ ഭയപ്പെട്ടുകൊണ്ടാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതോടൊപ്പം തന്നെ വലിയ ന്യൂനപക്ഷ വോട്ടും കേന്ദ്രീകരിക്കുന്ന ആ അതെ, പാർട്ടിയിലാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഇതിന് മുമ്പ് അവിടെ പാത്രമോഷണം നടന്നിരുന്നു ഇല്ലേ? ആരായിരുന്നു ആ സമയത്ത് അതിൽ പ്രതിയായിരുന്നത്? അതിൽ ജയകുമാറാണ് പ്രതിയായിരുന്ന ആള്. ആ ജയകുമാർ ആരാ? അന്നത്തെ മന്ത്രി ആരായിരുന്നു? VS ശിവകുമാറായിരുന്നു മന്ത്രി, UDFന്റെ മന്ത്രി. VS ശിവകുമാറിൻ്റെ അനിയനല്ല, ചേട്ടനല്ലേ ജയകുമാർ? ചേട്ടൻ അനിയനോ എന്തായാലും. എവിടെ പോയി കേസെന്ന്? അല്ല, കോൺഗ്രസ് ഇപ്പോൾ കുറച്ച് നാളുകളായി പൂർണ്ണമായി തന്നെ ഒരു ന്യൂനപക്ഷ പാർട്ടിയായി മാറുകയാണ്. ആ ന്യൂനപക്ഷ പാർട്ടിയാണ് കോൺഗ്രസും മറ്റേ പാർട്ടിയൊക്കെ. അതെ, അതിൻ്റെ മുകളിലേക്ക് മുഴുവൻ നോക്കിക്കോളൂ. ഇന്നലെ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുകയാണ് ഇപ്പം കോൺഗ്രസിൻ്റെ. 56 ജനറൽ സെക്രട്ടറിമാർ കേരളത്തിൽ, ഇത്രയും ചെറിയ കേരളത്തിൽ ആകെ 140 നിയോജക മണ്ഡലമേ ഉള്ളൂ, 20 പാർലമെൻറ്റ് മണ്ഡലമേ ഉള്ളൂ. ഇവിടെ 56 എങ്ങനെയാണ് അത് വന്നിരിക്കുന്നത്? ഭാഗിച്ചു കൊടുത്തത് കൊണ്ടാണ്. ന്യൂനപക്ഷങ്ങൾക്കാണ് ആ ഭാഗം വെച്ച് കൊടുത്തിരിക്കുന്നത് എന്നൊക്കെ കാണാൻ സാധിക്കും. അതിൽ തന്നെ പല വിഭാഗങ്ങൾക്ക്. എന്തിനീ പ്രീണനം? പ്രീണിപ്പിച്ചുകൊണ്ടാണ് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവൻ. അല്ല, സ്ഥാനത്ത് ആരൊക്കെയാ? നാം എന്തെല്ലാം പറയുമ്പോഴും വലിയ ചരിത്രമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അതിലിപ്പോഴും ഈ മതേതരത്വവുമായി മുന്നോട്ട് പോകുന്ന നേതാക്കളുമുണ്ട്, ചില പ്രദേശങ്ങളിൽ ഇറങ്ങുമ്പോൾ കുറിമായ്ക്കുന്ന നേതാക്കളുമുണ്ട്, രണ്ടുപേരുമുണ്ട്. എന്നിട്ട് ഈ മതേതരത്വം പുലർത്തുന്ന നേതാക്കളുടെ ശബ്ദം എന്തുകൊണ്ട് വലിയ ശബ്ദത്തിൽ കേൾക്കുന്നില്ല? മതേതരത്വം, അതിന് അർത്ഥം പുലമ്പ എന്നുള്ള വാക്കാണ് രാഷ്ട്രീയക്കാർ ഉപയോഗിക്കുന്നത്. കേൾക്കാൻ സാധ്യമല്ല. കാരണം മതേതരത്വം പറഞ്ഞു കഴിഞ്ഞാൽ പ്രീണിപ്പിക്കാൻ സാധിക്കുമോ? മതേതരത്വം പറയുന്നവന് പ്രീണിപ്പിക്കാൻ സാധിക്കില്ല, അഥവാ ആ വാക്കുകൾക്ക് വിലയുണ്ടാവില്ല മതേതരത്വം പ്രസംഗിക്കുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാർ തഴയപ്പെടുന്നു. പിന്നെ മതേതരത്വമാണ് ഞങ്ങളെന്ന് പ്രസംഗ രംഗത്ത് മാത്രം ഉള്ള ആൾക്കാർ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ കൂടെയാണ്, പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തിൻ്റെ. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ പാർട്ടി മാറി കോൺഗ്രസ്സിലേക്ക് വന്നാൽ പോലും അയാൾ പോണ ആദ്യം KPCC ഓഫീസിലേക്കല്ല, DCC ഓഫീസിലേക്കല്ല പോകുന്നത്. മലപ്പുറത്ത് പാണക്കാട് തങ്ങളുടെ വീട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. ആദ്യം കൈമുത്തുന്ന കുഞ്ഞാലിക്കുട്ടിയാണ്. അപ്പം പിന്നെ എങ്ങനെ അത് കോൺഗ്രസ്സിൽ മുസ്ലിമല്ല കോൺഗ്രസ്സിലേക്ക് പോകുന്ന ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ പോലും അവിടെ പോയിട്ടാണ് ചർച്ച ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ലേ? വലിയ തങ്ങളുടെ വീട് വലിയ തങ്ങളുണ്ടായിരുന്ന കാലത്ത് ഇപ്പം ചെറിയ തങ്ങളുടെ വീട് ചെറിയ തങ്ങളായപ്പം അങ്ങനെ തങ്ങളെ കണ്ടിട്ടാണ് തീരുമാനം എടുക്കുന്നത്. പിന്നെ ഇവരെങ്ങനെ മതേതരത്വം പറയും? പ്രാദേശികമായിട്ട് വിഡ്ഢികളായിരിക്കുന്ന ചില കോൺഗ്രസ്സുകാരുണ്ടാവും മതേതരത്വം പറയുന്നവരെ. അപ്പം മത ഇതരത്വം ആണ് വെച്ച് പുലർത്തുന്നത്. അവരെ പ്രീണിപ്പിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയമാണ്. അതിൽ എന്ത് സ്ഥാനമാണ് ഹിന്ദു വിഭാഗത്തിനുള്ളത്? നിങ്ങൾ ആലോചിച്ചു. ഒരാൾ ഹിന്ദുവായിട്ട് പേര് കൊണ്ട് മാത്രം നിന്നിട്ട് മുസ്ലിമായിട്ട് ജീവിക്കുന്ന നേതാവ് വടക്കൻ ഭാഗത്തു നിന്ന് ഈ ജാഥ നയിച്ചു. അച്ഛൻ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതല്ലേ സ്ഥിതി. എന്ത് കാര്യം ഞാൻ വലിയ തങ്ങളെ വീട്ടിൽ പോയിട്ട് വരട്ടെ എന്നായിരുന്നു അച്ഛൻ പറഞ്ഞിരുന്നത്. ശബരിമലയിൽ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായ സമയത്ത് ആ അച്ഛനായിരുന്നില്ലേ അന്ന് കുഴപ്പക്കാരെ കൂടെ നിന്നത്? ഒരു വിധത്തിലും അവിടെ ക്ഷേത്രം പണിയല്ല, പള്ളി പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ അച്ഛനായിരുന്നു. ആ അച്ഛൻ മറ്റുള്ള അച്ഛന്മാർക്ക് പിന്തുണ കൊടുത്തു. അന്ന് നേരത്തെ പറഞ്ഞതുപോലെ സംഘടിതമായ ഹിന്ദു ഉണ്ടായിരുന്നത് കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ സാധിച്ചില്ല. അത്രയേ ഉള്ളൂ. ആ അച്ഛൻ്റെ മകനാണ് ഇപ്പം ജാഥ നയിച്ചിട്ട് മതേതരത്വത്തെ വിശ്വാസ്യതയെക്കുറിച്ച്. പണ്ടത്തെ പോലെ പരിപ്പ് വേകുന്നില്ലല്ലോ. അതില്ല. അതെന്താ പറഞ്ഞാൽ കുറേയെങ്കിലും ഹിന്ദുക്കളുണ്ട്, അതുകൊണ്ടാണ് പരിപ്പ് വേകാത്തത്. കുറേയെങ്കിലും ഹിന്ദുത്വ അഭിമാനികളായിട്ടുള്ള, ഞാൻ സമുദായ സംഘടനയുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ, ഇവിടെ ഹിന്ദു ആൾക്കാരുണ്ട്. ഈ സമുദായ സംഘടനയിലൊന്നും പെടാത്ത ഹിന്ദുക്കൾ, സംഘടനയിൽ പെടാത്ത, സമുദായത്തിൽ പെടാത്ത എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. ഒരൊറ്റയടിക്കൊന്നും സമുദായം ഇല്ലാതാക്കാനൊന്നും സാധിക്കില്ല, കേരളത്തിൽ പ്രത്യേകിച്ചു. ആ സംഘടനകളിൽ പെടാത്ത കോമൺ ഹിന്ദു, യഥാർത്ഥ ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാർ കേരളത്തിലുള്ളത് കൊണ്ട് ഈ പരിപ്പ് വേകുന്നില്ല. അവർ വേവിക്കാൻ വെച്ച പരിപ്പ്, ഇത്രയേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.